വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, എൻ്റെ ഒരു ഡേ ഇൻ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഞാനിപ്പോൾ റൂമിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 2 ഫ്ലാറ്റിന് അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരേ ഓഫീസിലാണ്, ഞങ്ങൾ അക്സെഞ്ചറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണി, 6 o'clock. It's too cold here, right? Very cold, it's very cold. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് സാധാരണ ഞങ്ങൾ ഒന്നെങ്കിൽ ക്യാബിനോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്നത്, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്. ബസ് എത്തിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, എന്തായാലും ബസ് എത്തട്ടെ. ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. രാവിലെ നല്ല തിരക്കുണ്ട്, നല്ല തണുപ്പുണ്ട്. സോ മെനി കാർ, സോ മെനി ബസ്, ടു മച്ച് ട്രാഫിക്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങനെ ബസ്സൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ബസ്. ഇവിടുത്തെ ബസ്സെല്ലാം കണ്ട ഇലക്ട്രിക് ബസ്സാണ്. സൗണ്ട് പോലും ഇല്ല, വണ്ടി പോകുന്നത് അറിയുന്ന പോലും ഇല്ല. ഇതാ പോയി. ലീവ്സൊക്കെ ഇങ്ങനെ ഷെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ സീസണാണ്, ഓട്ടം. പുതിയ സീസൺ വരുന്നതുകൊണ്ട് ലീവ്സൊക്കെ ഇപ്പോൾ ഷെഡാവും. ഇനി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരിക്കുള്ള വിൻ്റർ വരാൻ പോകുന്നത്. വിൻ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ ആർക്കും ഇങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ജാക്കറ്റിൻ്റെ കണ്ടെങ്കിൽ ജാക്കറ്റ് ആയിരിക്കും. ഗൈസ്, ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ പോവാണ്. ഇനിയിപ്പം ഇവിടുന്ന് അടുത്ത ബസ്. ഇവിടെ നമ്മൾ പാസ്സുണ്ട്. എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം, പാസ് ഇല്ല. I need to take ticket, bro. I didn't take pass because anyways while coming back I'll be in car. Guys, അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. ഇനിയിപ്പം ബസ് ഇവിടുന്ന് എനിക്ക് സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് മെയിൻ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാറി കയറണം വേറെ ബസ്. ഇവനാണെങ്കിൽ ഇവൻ്റെ ലാപ്ടോപ്പ് മറന്നുപോയി. He forgot to take his laptop. Where is your laptop, bro? It's in Bolson, so I have to get to a friend, get the laptop first, then go to office. ഇവൻ്റെ ലാപ്ടോപ്പ് ഇവനാണെങ്കിൽ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വേറൊരുത്തൻ്റെ കാറിൽ വെച്ച് മറന്നുപോയി. ഇനി അവിടെ പോയി എടുത്തിട്ട് വേണം ഇനി ഓഫീസിലോട്ട് വരാൻ. ഞാൻ എന്തായാലും സ്ട്രെയിറ്റ് ടു ദി ഓഫീസ്. ഓക്കെ, ഹൗ ഈസ് Accenture life, bro? Accenture is good, man. Nice company to work for. The work culture is amazing. People are amazing, lots to learn. There are many experienced people. You can learn more things, right? Yeah, you can always learn. Like Accenture is a nice company to work for. നമ്മൾ സിറ്റി സെൻറ്റർ എത്തിയിട്ടുണ്ട്. സിറ്റി സെൻറ്റർ എത്തിയപ്പോൾ ഇവിടെ എനിക്ക് ഓഫീസിലോട്ട് പോകാനുള്ള ബസ് കിടപ്പുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ കുറച്ച് കറങ്ങിയാണ് പോകുന്നത്. നേരെ ഒന്നും പോകില്ല. ഇപ്പോഴൊന്നും എത്തില്ല അത് കയറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു എന്താ പറയുക, സ്പീഡ് വണ്ടിയുണ്ട്. പറഞ്ഞ സ്പീഡിന് പോലെ 22 ഈ വണ്ടി എന്ന് വെച്ചാൽ കുറച്ച് ഓർഡിനറി പോലെ, നമ്മുടെ നാട്ടിലെ ഓർഡിനറി പോലെ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇനി ഒരു സൂപ്പർ ഫാസ്റ്റ് വരാറുണ്ട്, അതിൽ കയറിയിട്ട് പോകുന്നത് വെച്ചാൽ അതാകുമ്പോൾ അരമണിക്കൂറുണ്ട് അവിടെ എത്തും. അപ്പോൾ ഞാൻ പോകുന്ന ഓഫീസിൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ കൊബാൾട്ട് എന്ന് പറഞ്ഞൊരു ബിസിനസ് പാർക്കാണ്. അവിടെയാണ് ഉള്ള IT കമ്പനീസ് എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെന്ത് പറയാമെന്ന്, എൻ്റെ കൂടെ വന്ന് അവൻ പോയി. അവനാണെങ്കിൽ അവൻ്റെ ലാപ്ടോപ്പ് മറന്നുപോയി. ആ ലാപ്ടോപ്പ് ഇന്നലെ വരുന്ന വഴിക്ക് വേറെ കൂട്ടുകാരൻ്റെ കാറിൽ വെച്ചിട്ട് ഇപ്പോൾ അവൻ്റെ റൂമിൽ പോയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് വേണം ഓഫീസിൽ വരാൻ. അത് പോകുന്നുണ്ട്. ഈ ബസ് പോകുന്നുണ്ട്. അത് കയറി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും എത്തത്തില്ല, അത് പോട്ടെ. അങ്ങനെ ഗൈസ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെട്രോ ആണ്. അവിടുന്ന് മെട്രോ വഴി നമുക്ക് പോവാം ഓഫീസിലോട്ട്. പക്ഷേ മെട്രോയിൽ ഇപ്പോൾ ഞാൻ ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ നടക്കണം, ഒരു അരമണിക്കൂർ നടക്കാനൊന്നും വയ്യ ഗൈസ്. അതുകൊണ്ട് ഞാൻ മെട്രോയിൽ കയറാത്തത്. പിന്നെ ഈ കാണുന്ന വെച്ചാൽ റോയൽ തിയേറ്ററാണ്. അതായത് ഇവിടെ അത്യാവശ്യം ഈ നാടകം അങ്ങനത്തെ ഷോസൊക്കെ നടക്കും. പണ്ട് ഇപ്പോൾ അവിടെ എന്തോ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇത് ബുക്ക് ചെയ്യാം ഓൺലൈനിൽ കൂടെ. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ വന്ന് കാണാം. ഈവനിങ് ഒക്കെ ആയിരിക്കും കൂടുതലും ഷോസ്, നൈറ്റൊക്കെ. ഈ സ്റ്റാൻഡപ്പ് കോമഡിയൻസും അവരും എല്ലാം വരുന്നത്. ഒരു വലിയൊരു തിയേറ്റർ സെറ്റപ്പ് കേട്ടോ. പണ്ടത്തെ ഈ നാടകം വലിയ സ്റ്റേജും ഇതൊക്കെയാണ്. ഒരു ദിവസം നമുക്ക് ഇതിനകത്ത് പോകണം. ഞാൻ ഒരു ദിവസം പോകാമെന്ന് വെച്ചാണ്. ഞാൻ വന്ന ടൈമിൽ ഉമ്മ ഒന്ന് റൗണ്ട് അടിച്ചായിരുന്നു. പക്ഷേ ഇനി ഒരു ദിവസം പോകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിനകത്തൊന്നും ക്യാമറ അലോഡല്ല, അതുകൊണ്ട് പിന്നെ പോയിട്ടും വലിയ കാര്യമില്ല, നിങ്ങളെ കാണിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെയാണ് ഇവിടുത്തെ ആംബിയൻസ്. പിന്നെ ഇവിടെ അടുത്തൊരു ഗ്രെക്സ് എന്നൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെയാണ് യൂഷ്വലി ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇൻ കേസ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗ്രെക്സിൽ പോയിട്ട് അവിടെ ഒരു ചിക്കൻ ബേക്ക് എന്നൊരു സംഭവമുണ്ട്. അത് അത്യാവശ്യം നല്ല സംഭവമാണ്. എനിക്കിഷ്ടമാണ്, ഞാൻ അത് വാങ്ങിച്ച് കഴിക്കലുണ്ട്. അതാണ് എൻ്റെ യൂഷ്വൽ ഡേ രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. ഓഫീസിൽ പോകുന്ന ദിവസത്തെ കാര്യം പറയുന്നത്. ഓഫീസിൽ പോയില്ലെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ, വീട്ടിൽ തന്നെ സമാധാനത്തോടെ ഇരിക്കും. ഇതാണ് ഗ്രെക്സ്. ഇവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ നൈസാണ്, അത്യാവശ്യം അതായത് ചീപ്പാണ്, വലിയ പൈസ ക്യാഷ് ഒന്നും ആക്കില്ല. നമ്മുടെ നാട്ടിലെ ഈ എഗ് പപ്സ് പോലത്തെ ഒരു സംഭവമൊക്കെയാണ്. അത്രയ്ക്കും ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ വരും ഗൈസ്. പിന്നെ നമ്മുടെ പോസ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടോ ഇവിടെ? പ്രയോറിറ്റി പോസ്റ്റ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ മിക്ക ഏരിയയിലും ഉണ്ടാവും, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ലെറ്ററൊക്കെ ഇടാം. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം എനിക്ക് തോന്നുന്നില്ല, ഞാൻ കുറേ ആയി കണ്ടിട്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റ് ഓഫീസിലുണ്ടാവും, പക്ഷേ ഇങ്ങനെ റോഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 9 മണി മുതൽ 7 മണി വരെ
എല്ലാം സെറ്റാണ്. ഇതിനകത്ത് ഇട്ടാൽ മതി പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടാം, അവരെടുത്തോണ്ട് നോക്കുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി എത്തി. ഇതാണ് 22X. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. ഗൈസ് അങ്ങനെ എത്തി, ഓഫീസ് എത്തി. എന്താ പറയുക, ഇതാണ് ഒരു ടെക് പാർക്കാണ്. ഇവിടെ എല്ലാം ഫുൾ IT കമ്പനീസാണ് ചുറ്റും മൊത്തം. അവിടെ ഫുൾ ITസാണ്. Accenture, Siemens എല്ലാമേ എല്ലാമേ തമിഴൊക്കെ ഇതുവരെ മിക്സ് ആവുന്നു. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഗൈസ് ഇതാണ് എൻ്റെ ഓഫീസ്. അപ്പം നേരെ അങ്ങോട്ട് പോകാം. അറിയുന്ന ആരും കാണുന്നില്ല, എല്ലാവരും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഈ സൈഡിൽ. ഓക്കെ, നമുക്കപ്പം നേരം കയറാം. ഇതിനകത്ത് ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അടുത്ത ഈവനിങ്ങിന് ബ്രേക്കിന് വരാം. ടിക്ക്. ഞങ്ങളിവിടെ ലാറ്റൊക്കെയാണ് കുടിക്കുന്നത്. ഗൈസ് അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് ഇവിടെ ഫ്രൂട്ട്സും പിന്നെ ഫ്രൂട്ട്സ് പോലെ സ്വീറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ചോക്ലേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വേണം കഴിക്കാനുണ്ട്, മാരി പോയിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കും. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ല ചെറുതായിട്ട് മഴക്കോളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ഇനി റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ചെറിയൊരു വൈബോടെ കാണിച്ചിട്ട് ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് മോസ്റ്റ്ലി 1 വീക്ക്. കുറേ നാളിന് ശേഷമാണ് വന്നത്. ഇനി വീണ്ടും വർക്ക് ഫ്രം ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത മാസം തിരിച്ച് വീണ്ടും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകണം. ശ്രീകാന്ത് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ശ്രീകാന്ത് ക്യാമറയിൽ വരാൻ മടിയാണ്, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവാണ് റൂമിലോട്ട്. രാവിലെ കയറിയതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് എത്ര മണിക്ക് ഇവിടെ എത്തിയത്? ഞാൻ എത്തിയത് 9 മണിക്ക്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 6:30 ആയപ്പോൾ ഇറങ്ങി. 9 മണിയായപ്പോൾ ഓഫീസ് എത്തി. ഇപ്പോൾ സമയം 6 ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നു, നേരെ റൂമിൽ പോകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓഫീസ് ലൈഫ്. ഇതാണ് എൻ്റെ ഒരു ഓഫീസിൽ വരുന്നൊരു ദിവസം യൂഷ്വലി നടക്കുന്നത്. ഗൈസ് ഇതാണ് ഓഫീസ് ടൈം വിട്ട് പോകുമ്പോൾ. കാരണം ഇവിടെ എല്ലാം ഫുള്ള് കമ്പനീസാണ്, IT കമ്പനീസാണ് കൂടുതലും. ഇവിടെ നമ്മൾ ഓഫീസ് ടൈമിൻ്റെ ഈ ഒരു ടൈം ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. പിന്നെ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ IT കമ്പനീസാണ്. ഇത് P&G ആണ്. പിന്നെ ഇതുപോലെ ഇത് കൊബാൾട്ടിനകത്തുള്ള DXC ടെക്നോളജി. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ സേജ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ടെസ്കോ, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇതിന്റെ ഈ സൈഡ് ഇവിടെ ഫുൾ IT ആണ് ഗൈസ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ IT കമ്പനീസ് ആണ്. ഒരു I think almost like 200+ companies are there, right? Yeah, mostly 100, right? So mostly 100+ companies ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ടെക് പാർക്ക് ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള പോലെ ഒരു ടെക് പാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ നമ്മളിപ്പോൾ നേരെ പുറത്തോട്ട് പോകും. ബെസ്റ്റ് ലൈൻസ്. സോ നമ്മളിവിടെ വണ്ടി പിന്നെ വേറെ ഇപ്പം നമ്മൾ കാർ ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ബെസ്റ്റ് ലൈൻസ് ഒക്കെ സൂക്ഷിച്ച് ഓടിക്കണം. കാരണം ഇവിടെ ബെസ്റ്റ് ലൈനിൽ കയറുവാണെങ്കിൽ അവിടെ ക്യാമറ ഉണ്ട്. കണ്ടാണ്ട് ക്യാമറ അടിക്കും. ഇവിടെ ട്രാക്ക് ഉണ്ട്, കണ്ടോ, ബെസ്റ്റ് ലൈനിന്റെ ട്രാക്കാണ്. അതിൽ നമുക്ക് കാർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓൾറെഡി ട്രാക്ക് ഉണ്ട്. നമ്മൾ അതും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ റൗണ്ട് അബൌട്ട്സ് ഒരുപാടുണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇഷ്ടം പോലെ റൗണ്ട് അബൌട്ട്സുകളുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് അത് എടുത്ത് പോയില്ലെങ്കിൽ അതിനും പ്രശ്നമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ കാറിന്റെ ഷോറൂംസ് എല്ലാം ഈ വരുന്ന വഴിയെല്ലാം ഉണ്ട്. ലാൻഡ് റോവർ, ജാഗർ, ഇതിന്റെ എല്ലാം കാറിന്റെ ഷോറൂംസും അതെല്ലാം ഉണ്ട് ഈ ഏരിയയിൽ. ഇതാണ് എന്റെ ഒരു ഡേ ഔട്ട്, അത് ഓഫീസിൽ പോകുന്ന ദിവസമാണ്. പിന്നെ ആസ്റ്റൺ മാർട്ടിൻ. ഇതെല്ലാം ഇതുണ്ട് കേട്ടോ. ഇതൊന്നും നിങ്ങൾ കണ്ടില്ല ആയിരിക്കും. ആസ്റ്റൺ മാർട്ടിന്റെ ഷോറൂമാണ് ഇത്. ഗൈസ് കണ്ട ഗൈസ്, ആസ്റ്റൺ മാർട്ടിന്റെ ഷോറൂമാണ് ഈ കാണുന്നത്. കാറിലൂടെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾക്ക് വേണ്ടി ഒരു റൗണ്ട് അബൌട്ട് ചുമ്മാ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോ നേരെ അടുത്ത ഫെറാറിയുടെ ഷോറൂം തൊട്ടപ്പുറത്ത്. അപ്പൊ അതും കൂടെ നിങ്ങൾ കാണിച്ചിട്ട് പോവാം. ഇപ്പുറത്ത് ഫെറാറി, ബെൻലി, ഫെറാറി, ജീപ്പ്. എന്റെ മോനെ ഏരിയ ഫുള്ള് സൈനാണ്. ഇവിടെ ഞങ്ങൾ നേരെ പോവാൻ റൂമിലോട്ട്. ഗൈസ് അങ്ങനെ റൂമെത്തി. അപ്പം എന്താ പറയാ, എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ കാറിനകത്ത് കയറി നേരെ എന്നെ കൊണ്ട് റൂമിൽ കൊണ്ടിറക്കി. എന്നിട്ട് പുള്ളി പോയി. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയ്ക്കകത്തൊന്നും വരാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ റൂമെത്തി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താ പറയുക, പിന്നെ എന്താ പറയുക, രാവിലെ പോയി വൈകുന്നേരം അവിടെ ഇരുന്നു, എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം ഈ ആഴ്ച ഇനിയും പോകണ്ട കേട്ടോ. ഇനി അടുത്ത ആഴ്ച പോയാൽ മതി. നാളെ പോകണ്ട. ഇനി ഒരാഴ്ചത്തേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇവിടെ ഹൈബ്രിഡ് അല്ലെങ്കിൽ റിമോട്ട് രീതിയിലാണ് ജോബ് ഓപ്ഷൻസ് എല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ എന്തൊരു ഫുഡ് കഴിക്കാൻ എന്തോ ചോറും ചിക്കൻ കറി ഉണ്ട് ഗൈസ്. ഉച്ചയ്ക്ക് അവിടെ ആണെങ്കിൽ ഓഫീസിൽ എന്താ പറയാ, ഓർഡർ ചെയ്തോളാം. നാളെ ഇവിടെ ഒരു ചെറിയൊരു കുടിച്ചില്ല. നാളെ ഇവിടെ ചെറിയൊരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ എവിടെ പോന്നെ എനിക്കറിയത്തില്ല. മോണമെന്റ് വരാനാ പറഞ്ഞു. അപ്പൊ ഒരു ഔട്ടിങ് ഒക്കെ പോകുന്നുണ്ട്. നമ്മളൊന്നും കൂട്ടുന്നില്ല, ഒറ്റയ്ക്ക് പോവാ.
നമ്മളൊന്നും കൂട്ടുന്നില്ല ഗൈസ്. ഇതൊക്കെ തന്നെ ഉള്ളു ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ. അപ്പൊ ആഴ്ച ഒരു വ്ളോഗ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യണമെന്ന് വിചാരിച്ചു, അത് നടക്കുന്നില്ല. ആഴ്ച 3 വ്ളോഗ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല. ഇനി എന്റെ അവസാനത്തെ കളിയാണ് ആഴ്ച 1 വ്ളോഗ്. അല്ലേ, അതൊക്കെ നടക്കൂലേ? ആഴ്ച 1 വ്ളോഗ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്, ഞങ്ങൾ റീസെന്റ് ആയിട്ട് ചെയ്ത റീൽ അത്യാവശ്യം ഹിറ്റ് ആയിട്ടുണ്ട്. മറ്റേ കൃഷ്ണന്റെ അത് അത്യാവശ്യം ഹിറ്റ് ആയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയാ നല്ല കമന്റും വന്നു, നല്ല ലൈക്ക് കുറെ ഫ്രണ്ട്സ് പറഞ്ഞു അടിപൊളിയാന്ന്. പിന്നെ ഇവളോടും പറഞ്ഞു, ഇവളുടെ ഫ്രണ്ട്സും പറഞ്ഞു. പക്ഷെ അതെന്തായാലും നന്നായി. അപ്പം ഇനി കുറച്ച് റീൽസും ഷോർട്ട് വീഡിയോസും ഒക്കെ ചെയ്യാം. വേറെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം, അല്ലേ? പറഞ്ഞൂടെ? പിന്നെ എന്നാ ഉണ്ട്? അപ്പൊ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണുന്നവരേക്കും പീസ്.